എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്ന് കുറച്ച് ജാതി കാര്യങ്ങൾ സംസാരിക്കാം. എന്താണ് ജാതി? പലരും കരുതുന്നത് ജാതി എന്ന് പറയുന്നത് ആചാരങ്ങളുടെയോ വിശ്വാസത്തിന്റെയോ ഒക്കെ മാത്രം കാര്യമാണെന്നുള്ളതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ജാതി എന്ന് പറയുന്നത് ഒരു സാമൂഹിക ഏണിപ്പടിയാണ്. അതായത് ഒരു സോഷ്യൽ ലാഡറാണ്. നിങ്ങൾ ഏത് ജാതിയിലാണ് ജനിക്കുന്നത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും പലപ്പോഴും നിങ്ങൾക്ക് എത്രത്തോളം സ്വത്തുണ്ട്, എന്ത് തൊഴിലാണ് ചെയ്യേണ്ടി വരുന്നത്, സമൂഹത്തില് മറ്റുള്ളവരിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന സ്ഥാനം എങ്ങനെയാണ്, ഇതൊക്കെ പരോക്ഷമായി തീരുമാനിക്കപ്പെടുന്നത്. ഇപ്പോ നമ്മുടെ കേരളത്തിലെ ഒരു ഉദാഹരണം തന്നെ നോക്കാം. എയ്ഡഡ് കോളേജുകളിലെ അസിസ്റ്റന്റ് പ്രൊഫസർ നിയമനം. ലക്ഷങ്ങൾ ശമ്പളമുള്ള ജോലിയാണിത്. ഈ ജോലിക്ക് അധ്യാപകർക്ക് സാലറി നൽകുന്നത് സർക്കാരാണ്. അതായത് നമ്മളുടെ പൊതുജനങ്ങളുടെ നികുതി പണം. പക്ഷേ അവിടെ ആരെ നിയമിക്കണം, അതായത് അസിസ്റ്റന്റ് പ്രൊഫസർ സ്ഥാനത്തേക്ക് ആരെ നിയമിക്കണം എന്ന് തീരുമാനിക്കുന്നത് പലപ്പോഴും ജാതി മത സംഘടനകളുടെ മാനേജ്മെന്റുകളാണ്. ഇപ്പൊ നിങ്ങൾ വിവിധ എയ്ഡഡ് കോളേജുകളുടെ വെബ്സൈറ്റുകൾ ഒന്ന് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ജോലി ചെയ്യുന്നവരിൽ ഭൂരിഭാഗവും ആ കോളേജ് നടത്തുന്ന സമുദായത്തിൽപ്പെട്ടവരാണ് അല്ലെങ്കിൽ ജാതിയിൽപ്പെട്ടവരാണെന്ന് കാണാൻ കഴിയും. ഇവിടെയാണ് ജാതിയുടെ കളി കിടക്കുന്നത്. സ്വന്തമായി കോളേജുകളോ സ്ഥാപനങ്ങളോ ഒന്നും ഇല്ലാത്ത പിന്നക്കം നിൽക്കുന്ന ഒരു ജാതിയിൽ ജനിച്ച ആൾക്ക് എത്ര വലിയ യോഗ്യതകൾ ഉണ്ടെങ്കിൽ പോലും ഇത്തരം അവസരങ്ങൾ നിഷേധിക്കപ്പെടുന്നുണ്ട്. മറിച്ച് സ്ഥാപനങ്ങളുള്ള സമുദായങ്ങളിൽ ജനിച്ച ആളുകൾക്ക്, അതായത് ഉയർന്ന ജാതിയിൽ ജനിച്ച ആളുകൾക്ക് ഈവൻ മെറിറ്റ് ഇത്തിരി കുറവാണെങ്കിൽ പോലും പെട്ടെന്ന് ജോലി ലഭിക്കുന്നു. അതായത് ജാതി എന്നത് വെറും പ്രാർത്ഥനയിലോ വിശ്വാസത്തിലോ മാത്രം ഒതുങ്ങുന്ന ഒരു സംഗതിയല്ല. അത് നിങ്ങളുടെ ജോലിയെയും വരുമാനത്തെയും ജീവിതത്തെയും ഒക്കെ നേരിട്ട് ബാധിക്കുന്ന ഒരു നിർണായക ഘടകമാണ്. അതുകൊണ്ടാണ് 2025-ലും നമുക്ക് ജാതിയെ പറ്റി നിരന്തരം ചർച്ച ചെയ്യേണ്ടി വരുന്നത്. നമ്മുടെ നാട്ടിലെ ചില നിഷ്കളങ്കരുണ്ട്. പലപ്പോഴും അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഈ ജാതി എന്നൊക്കെ പറയുന്നത് ഇപ്പൊ ഉണ്ടോ, ഇതൊക്കെ പഴയ കഥയല്ലേ, 2025 ആയില്ലേ, AI-യുടെ കാലഘട്ടമൊക്കെ അല്ലേ, അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഇനിയും ജാതിയെ കുറിച്ച് സംസാരിക്കണമോ? അവർക്കുള്ള ഉത്തരം വളരെ ലളിതമാണ്. കാരണം എന്തെന്ന് വെച്ചാൽ അസുഖം മാറണമെന്നുണ്ടെങ്കിൽ ആദ്യം രോഗമുണ്ട് എന്ന് നമ്മൾ സമ്മതിക്കണം. ഇന്ത്യയിൽ ഇപ്പോഴും ഒരാൾക്ക് അവസരങ്ങൾ കിട്ടുന്നതും കിട്ടാതിരിക്കുന്നതും ഒരാളുടെ നിലവാരം സമൂഹത്തിൽ നിർണ്ണയിക്കുന്നതും പലപ്പോഴും അവരുടെ കഴിവ് മാത്രം നോക്കിയല്ല, അവരുടെ ജാതിയും സാമൂഹിക പശ്ചാത്തലവും കൂടെ നോക്കിയാണ് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ്. അപ്പോ കഴിവുണ്ടായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ കോളേജ് നിയമനം ഉൾപ്പെടെയുള്ള സംഗതികൾ കിട്ടാത്ത തഴയപ്പെടുന്ന ഒരുപാട് ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട്. പ്രത്യേകിച്ച് പിന്നോക്ക ജാതിയിൽ പെട്ടിട്ടുള്ള ആളുകൾ. അപ്പൊ ആ ഒരു വേർതിരിവ് ഇന്നും ഇവിടെ പച്ചയായി നിലനിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് നിരന്തരം ജാതിയെക്കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത്. നമ്മുടെ വിവാഹമാകട്ടെ, സാമൂഹിക പദവിയാകട്ടെ, സാമ്പത്തിക അവസരങ്ങളാകട്ടെ, രാഷ്ട്രീയം തന്നെയാവട്ടെ, ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളെയും നിയന്ത്രിക്കുന്നത് ജാതി തന്നെയാണ്. എന്നാൽ നമ്മുടെ സർക്കാർ ജനങ്ങളെ എണ്ണുമ്പോഴത്തേക്കും മാത്രം ഈ ഒരു ജാതിയെ സൗകര്യപൂർവ്വം മറക്കുന്നുണ്ട്. ഇതാണ് അദൃശ്യ ഭൂരിപക്ഷം എന്ന് പറയുന്ന ഒരു വിരോധാഭാസം. അതിലേക്ക് നമുക്ക് വരാം. 1931 ശേഷം, അതായത് ബ്രിട്ടീഷുകാര് ഇന്ത്യ ഭരിച്ചിരുന്ന കാലത്തിന് ശേഷം ഇന്ത്യയിൽ കൃത്യമായ ഒരു ജാതി സെൻസസ് നടന്നിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജാതി ചോദിക്കുന്നത് സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കും എന്നൊരു വാദമാണ് കാലങ്ങളായിട്ട് ഭരണകൂടം ഉയർത്തിയിരുന്നത്. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. 1951 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസും നടന്നു. അന്ന് നെഹ്റുവും പട്ടേലും അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഇനി ജാതി എണ്ണണ്ട എന്നുള്ളതാണ്. അവരുടെ ഉദ്ദേശം തീർച്ചയായിട്ടും നല്ലതായിരുന്നു. ജാതി ഇല്ലാത്ത ഒരു പുതിയ ഇന്ത്യയെ പലരും സ്വപ്നം കണ്ടിരുന്നു. സർക്കാർ രേഖകളിൽ നിന്ന് ജാതി എന്ന് പറയുന്ന കോളം ഒഴിവായിട്ടുണ്ടെങ്കിൽ ക്രമേണ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ജാതി മാഞ്ഞു പോകുമെന്ന് പലരും വിചാരിച്ചിരുന്നു. ഇതിനെ നമുക്ക് ഒരു ഓസ്ട്രിച്ച് അപ്രോച്ച് എന്ന് പറയാം. അതായത് ഒട്ടകപ്പക്ഷിയുടെ നയം എന്ന് വിളിക്കാം. അതായത് മണലിൽ തല പൂഴ്ത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അപകടം ഒഴിഞ്ഞുപോയി എന്ന് ഒട്ടകപ്പക്ഷി കരുതുന്നത് പോലെയാണത്. സർക്കാർ ജാതി ചോദിച്ചില്ല, പക്ഷെ സമൂഹത്തിൽ ജാതി വിവേചനം ശക്തമായി തന്നെ തുടരുകയും ചെയ്തു. പക്ഷേ കണക്കുകൾ ഇല്ലാതായതോടെ പിന്നോക്കക്കാരുടെ യഥാർത്ഥ അവസ്ഥ എന്താണെന്ന് പുറം ലോകത്തിന് അറിയാതെയായിപ്പോയി. അപ്പോ ഇത്തരത്തില് ജാതി സെൻസസ് വേണം എന്നുള്ള ആവശ്യം ഈയിടെ ശക്തമാകുന്നുണ്ട്. എന്തുകൊണ്ടാണ് വീണ്ടും കണക്കെടുക്കേണ്ടി വരുന്നത്? ഇത് സംവരണം കൊടുക്കാൻ വേണ്ടി മാത്രമാണോ? പ്രധാനമായിട്ടും ഇതിന് 3 ഗുണങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒന്ന്, സർക്കാർ പദ്ധതികൾ ഉണ്ടാക്കുന്നത് ഇപ്പോ ഇരുട്ടിൽ തപ്പുന്നത് പോലെയാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ഗ്രാമത്തിൽ എത്ര ദളിതരുണ്ട്, അവരുടെ വിദ്യാഭ്യാസ നിലവാരം എത്രയാണ്, അവർക്ക് ഭൂമിയുണ്ടോ, ഈ കണക്കുകളൊക്കെ കൃത്യമായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മാത്രമായിട്ട് ഫണ്ട് അനുവദിക്കാനായിട്ട് ഗവൺമെന്റിന് കഴിയും. അപ്പം എല്ലാവർക്കും ഒരേ മരുന്ന് കൊടുക്കുന്നതിന് പകരം അസുഖമുള്ളവർക്ക് മാത്രം ചികിത്സ നൽകുന്നതിനായിട്ട് ഇത് സഹായിക്കും. മറ്റൊന്ന്, ആ
ജാതിക്കാരെല്ലാം കൊണ്ടുപോയി ഈ ജാതിക്കാർക്കൊന്നുമില്ല എന്നൊക്കെയുള്ള വ്യാജ പ്രചരണങ്ങള് പലപ്പോഴും റിസർവേഷനെതിരൊക്കെ ആയിട്ട് വാട്സപ്പിലും മറ്റും നമ്മൾ കാണാറുണ്ട്. യഥാർത്ഥ കണക്കുകൾ പുറത്തു വരികയാണെങ്കിൽ ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ പൊളിയും എന്നുള്ളതാണ്. ഓരോ സമുദായത്തിനും എത്ര ശതമാനം ഉദ്യോഗസ്ഥരുണ്ട്, അവർ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഉദ്യോഗങ്ങളിൽ എത്ര ജാതികളാണ് ഉള്ളത്, അവർക്ക് എത്ര സമ്പത്തുണ്ട്, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഓരോ ജാതിക്കാരുടെയും സമ്പത്ത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് തെളിവുകൾ സഹിതം ബോധ്യപ്പെടാനായിട്ട് കഴിയും എന്നുള്ളതാണ്. ഇപ്പോൾ OBC ലിസ്റ്റിൽ തന്നെ നൂറുകണക്കിന് ജാതികളുണ്ട്. ഇതിൽ ചിലർ മാത്രം എല്ലാ ആനുകൂല്യങ്ങളും നേടിയെടുക്കുകയും തീരെ പാവപ്പെട്ടവരായവർ പുറത്തു നിൽക്കുകയും ചെയ്യുന്ന അവസ്ഥയുണ്ട്. ഇനി ജാതി സെൻസസ് വരികയാണെങ്കിൽ ലിസ്റ്റിലുള്ളവരാരാണ്, മുന്നേറിയിട്ടുള്ളവരാരാണ്, പിന്നോക്കം നിൽക്കുന്നവരാരാണ്, ഇതൊക്കെ കൃത്യമായി കണ്ടെത്തി സംവരണം ഏറ്റവും അർഹരായവരിലേക്ക് എത്തിക്കാനായിട്ട് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തില് കൃത്യമായ കണക്കുകളുടെ അഭാവം എന്ന് പറയുന്നത് സമൂഹത്തിൽ ഒരുപാട് ഊഹക്കണക്കുകളും മിത്തുകളും മിസ്കൺസെപ്ഷനുകളും ഒക്കെ സംവരണത്തെക്കുറിച്ചും മറ്റ് സംഗതികളെക്കുറിച്ചും ഒക്കെ പടരുന്നതിന് കാരണമായിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് പലപ്പോഴും രാഷ്ട്രീയ താല്പര്യങ്ങളെ സംരക്ഷിച്ച് നിർത്തുന്നതാണെങ്കിലും നമ്മളുടെ യഥാർത്ഥത്തിലുള്ള വികസന നയ രൂപീകരണങ്ങളെയൊക്കെ ഹൈജാക്ക് ചെയ്യുന്നത് കൂടെയാണ്. ജാതി എന്ന് പറയുന്നത് നമ്മുടെ കൺമുന്നിലുള്ള ഒരു സത്യം തന്നെയാണ്. അപ്പൊ അതിനെ എണ്ണാതെ കണ്ണടച്ച് ഇരുട്ടാക്കുന്ന സമീപനം എന്ന് പറയുന്നത് ഇനിയും പ്രായോഗികമല്ല. അപ്പൊ ഇത് ഒരു രാഷ്ട്രീയ ആവശ്യം എന്നതിനേക്കാളും ഉപരി ഇന്ത്യയിലെ പിന്നോക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്ക്, പാവപ്പെട്ടവരിൽ പാവപ്പെട്ടവരായ ആളുകൾക്ക് നീതി ലഭിക്കാനായിട്ട് ഏറ്റവും ആവശ്യമായിട്ടുള്ള ഒരു കാര്യം കൂടെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇനി ഇതിന്റെ ഒരു ഗൗരവം നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നതിനായിട്ട് ആദ്യം നമ്മൾ നോക്കേണ്ടത് നമ്മളുടെ കൈവശമുള്ള ചില കണക്കുകളിലേക്കാണ്. 2025 നമ്മളിപ്പോൾ ജീവിക്കുന്നത്. എന്നാൽ സംവരണത്തിനും ക്ഷേമ പദ്ധതികൾക്കുമായിട്ട് സർക്കാർ ആശ്രയിക്കുന്നത് 1931 ബ്രിട്ടീഷ് സെൻസസിന്റെ ഡാറ്റയാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യ വിഭജിക്കപ്പെടുന്നതിനും സ്വാതന്ത്ര്യം കിട്ടുന്നതിനും ഒക്കെ മുൻപുള്ള ഒരു കണക്കാണിത്. അതിനുശേഷം നമ്മളുടെ ജനസംഖ്യ എത്രയോ മടങ്ങ് വർദ്ധിച്ചു, ഗ്രാമങ്ങളിൽ നിന്ന് എത്രയോ ആളുകൾ നഗരങ്ങളിലേക്ക് കുടിയേറി പാർത്തു. എന്നിട്ടും നമ്മൾ ഇപ്പോഴും ഭരിക്കുന്നത് പഴയ കണക്കുകളെ വെച്ച് തന്നെയാണ്. 1990കളില് ഇന്ത്യയിൽ OBC സംവരണം കൊണ്ടുവന്ന മണ്ഡൽ കമ്മീഷൻ പോലും OBCയുടെ ജനസംഖ്യ 52% എന്ന നിഗമനത്തിൽ ആണ് എത്തി നിന്നത്. എന്നാൽ ഈ കണക്കുകളിൽ അദ്ദേഹം എത്തി നിന്നത് 1931 കണക്കുകൾ മാത്രം വെച്ചിട്ടായിരുന്നു. അതായത് 1931 കണക്കുകൾ പ്രകാരം OBCയുടെ ജനസംഖ്യ എന്ന് പറയുന്നത് മൊത്തം ജനസംഖ്യയുടെ 52% എന്നുള്ളതാണ്. 90 വർഷം പഴക്കമുള്ള ഒരു മാപ്പ് വെച്ച് ഇന്നത്തെ കാലത്ത് വണ്ടി ഓടിക്കുന്നത് പോലെയാണ് ഇത്തരം കണക്കുകൾ എന്ന് പറയുന്നത്. വഴി തെറ്റുമെന്ന് തീർച്ചയായിട്ടും ഉറപ്പാണ്. 2011 ഒരു സാമൂഹിക സാമ്പത്തിക ജാതി സെൻസസ് നടത്തിയെങ്കിലും അതിൽ കുറെ പിശകുകളൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് സർക്കാർ ആ വിവരം പുറത്തുവിട്ടില്ല. ഫലത്തിൽ ചുരുക്കി പറയുകയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയുടെ ആനുകൂല്യങ്ങൾ ഇവിടെ വിതരണം ചെയ്യപ്പെടുന്നത് യഥാർത്ഥത്തിൽ നിലവിലില്ലാത്ത ഒരു ജനസംഖ്യയുടെ കണക്കിനെ അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ്. ഇനി ഇതിന്റെ ഒരു നിയമവശം പരിശോധിക്കാം. അപ്പൊ ജാതി സെൻസസ് വേണമെന്ന് രാഷ്ട്രീയക്കാരെക്കാൾ കൂടുതൽ ആവശ്യപ്പെടുന്നത് നമ്മളുടെ സുപ്രീം കോടതിയാണ്. നമ്മുടെ നാട്ടില് സംവരണം 50% കൂടാൻ പാടില്ല എന്ന് പറയുന്ന 1992 ഒരു വിധിയുണ്ട്. പക്ഷെ പല സംസ്ഥാനങ്ങളും ഇത് മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ സുപ്രീം കോടതി ചോദിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: നിങ്ങൾ സംവരണം കൊടുക്കുന്ന വിഭാഗം പിന്നോക്കമാണെന്ന് തെളിയിക്കാൻ നിങ്ങളുടെ കയ്യിൽ എന്ത് ഡാറ്റയാണ് അല്ലെങ്കിൽ എന്ത് കണക്കാണ് ഉള്ളത്? വെറുതെ പ്രസംഗിച്ചിട്ടോ സംസാരിച്ചിട്ടോ ഒന്നും കാര്യമില്ല. കൃത്യമായിട്ടുള്ള കണക്കുകൾ വേണം, കൃത്യമായ ഡാറ്റ വേണം. ഇപ്പൊ ഉദാഹരണത്തിന് മഹാരാഷ്ട്രയിലെ മറാത്ത സംവരണം ഇത് സുപ്രീം കോടതി റദ്ദാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് കാരണം എന്തെന്ന് വെച്ചാൽ മറാത്ത സംവരണത്തില് അവരുടെ ഒരു പിന്നോക്കാവസ്ഥ തെളിയിക്കാനായിട്ട് സർക്കാരിന്റെ കയ്യിൽ കൃത്യമായ കണക്കുകൾ ഇല്ലാതിരുന്നു. അതുപോലെ തന്നെ പട്ടികജാതിക്കാർക്കിടയിൽ തന്നെ ഏറ്റവും അവശത അനുഭവിക്കുന്ന ഒരു വിഭാഗമുണ്ട്. അവർക്ക് പ്രത്യേക പരിഗണന നൽകാനായിട്ട് കോടതി ഈയിടെയായിട്ട് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് നടപ്പിലാക്കണമെങ്കിൽ ഓരോ ചെറിയ ഉപജാതിയിലും എത്ര ആളുകൾ ഉണ്ടെന്നുണ്ടെന്നും അവരുടെ അവസ്ഥ എന്താണെന്നൊക്കെ കൃത്യമായി എണ്ണിത്തിട്ടപ്പെടുത്താതെ തരമില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ബീഹാർ സർക്കാർ നടത്തിയ ഒരു ജാതി സർവേ അത് ആക്ച്വലി വലിയൊരു കണ്ണു തുറപ്പിക്കൽ കൂടെയായിരുന്നു. ആ ഒരു ഫലം വന്നപ്പോഴത്തേക്കും ഒരുപാട് ഞെട്ടിക്കുന്ന കാര്യങ്ങൾ വെളിപ്പെട്ടു എന്നുള്ളതാണ്. ഇപ്പൊ ബീഹാറിലെ ജനസംഖ്യയിൽ മുന്നോക്ക വിഭാഗം, നമ്മൾ ഈ ജനറൽ കാറ്റഗറി എന്ന് പറയുന്ന ആളുകൾ വെറും 15.5% മാത്രമേ ഉള്ളൂ. ബാക്കി 63%-ലധികവും OBCയും അതിപിന്നോക്ക വിഭാഗങ്ങളും ഒക്കെയാണ്. അതായത് ഇത്രയും കാലം നമ്മൾ വിശ്വസിച്ചിരുന്നത് ജനറൽ വിഭാഗത്തിന് ആനുപാതികമായിട്ട് അല്ലെങ്കിൽ അവരുടെ ജനസംഖ്യയ്ക്ക് ആനുപാതികമായിട്ട് 50% സംവരണ രഹിത സീറ്റുകൾ ആവശ്യമാണ് എന്നുള്ളതായിരുന്നു. പക്ഷേ ബീഹാറിലെ കണക്കുകൾ എന്താണ് പറഞ്ഞത്? ന്യൂനപക്ഷമായിട്ടുള്ള
എന്നുള്ള ഒരു വിഭാഗം കാലങ്ങളായി ഭരണത്തിലും ഉദ്യോഗങ്ങളിലും സിംഹഭാഗവും കൈയടക്കി വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ജനസംഖ്യ അനുസരിച്ച് ഇവിടെ ഭൂരിഭാഗമുള്ള ആളുകൾക്ക് കിട്ടേണ്ട അവകാശങ്ങൾ കിട്ടുന്നില്ല. 50% സംവരണം ഇവിടെ നേടിയെടുത്തിരിക്കുന്നത് പലപ്പോഴും ജനറൽ കാറ്റഗറിയിലുള്ള ഒരു വിഭാഗമാണ് എന്നുള്ളതാണ്. എത്ര ജനസംഖ്യ ഉണ്ടോ അത്രയും അവകാശം വേണോ എന്നുള്ള രീതിയിലുള്ള മുദ്രാവാക്യങ്ങളും പ്രകടനങ്ങളും ഒക്കെ രാജ്യവ്യാപകമായിട്ട് ആ ഒരു ഘട്ടത്തിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു. അതിന് കാരണമെന്ന് പറയുന്നത് ഇത്തരം കണക്കുകളാണ്. പക്ഷെ കൃത്യമായ ഡാറ്റ ഇല്ലാത്തത് കൊണ്ട് അനർഹരായിട്ടുള്ള പലരും ഇപ്പോഴും ആനുകൂല്യങ്ങൾ അനുഭവിക്കുകയും അർഹരായിട്ടുള്ള ആളുകൾ പുറത്തു നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു വിരോധാഭാസം എന്ന് പറയുന്നത്. ഇപ്പം സംവരണത്തിനപ്പുറത്തേക്ക് ഇതൊരു സോഷ്യൽ എക്സ്റേ ആണെന്ന് രാഹുൽ ഗാന്ധിയെ പോലെയുള്ള രാഷ്ട്രീയ നേതാക്കള് വിശേഷിപ്പിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ അവർ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇന്ന് നമ്മൾ OBC അല്ലെങ്കിൽ ദളിത് എന്ന് മൊത്തത്തിലാണ് കണക്കാക്കുന്നത്. എന്നാൽ ഇതിനുള്ളിൽ തന്നെ ഒരുപാട് അന്തരംഗങ്ങളുണ്ട്. ഇപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ ഒരേ OBC പട്ടികയിലുള്ള യാദവ സമുദായക്കാരും വിശ്വകർമ്മ സമുദായവും ഒരേ ജീവിത സാഹചര്യത്തിലാണോ ജീവിക്കുന്നത്? അല്ലായിരിക്കാം. ചിലപ്പോൾ സംവരണത്തിന്റെ ഗുണം എന്ന് പറയുന്നത് മുഴുവൻ അനുഭവിക്കുന്നത് വലിയൊരു വോട്ട് ബാങ്ക് ഉള്ള താരതമ്യേന ശക്തരായിട്ടുള്ള ചില ജാതികളായിരിക്കാം. നാടോടികളോ അല്ലെങ്കിൽ ആരും ശ്രദ്ധിക്കപ്പെടാത്ത അതിപിന്നോക്ക വിഭാഗക്കാരോ ഒക്കെ തഴയപ്പെടുകയാണ് ചെയ്യുന്നത്. ഇപ്പോ ജാതി സെൻസസ് വരികയാണെങ്കിൽ ഓരോ ഉപജാതിയുടെയും വിദ്യാഭ്യാസം എന്താണ്, അവരുടെ തൊഴിൽ എന്താണ്, അവരുടെ ഒരു സ്വത്ത് എങ്ങനെയാണ്, ഇതൊക്കെ നമുക്ക് വെവ്വേറെ പരിശോധിക്കാനായിട്ട് പറ്റും. അങ്ങനെ വരുമ്പോൾ ജാതിയുടെ അടിസ്ഥാനത്തിൽ എന്നതിനും ഉപരിയായിട്ട് യഥാർത്ഥ അവശതയുടെ അടിസ്ഥാനത്തിൽ സഹായങ്ങൾ എത്തിക്കാൻ വെൽഫെയർ മെഷേഴ്സിലൂടെ ഗവൺമെന്റിന് സാധിക്കും എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ഇതിനെതിരെ ഒരുപാട് വിമർശനങ്ങളുണ്ട്. ഇപ്പൊ ജാതി എണ്ണുന്നത് സമൂഹത്തെ വീണ്ടും ജാതിയുടെ പേരിൽ വേർതിരിക്കുമെന്നും പഴയ നാടുവാഴുത്ത കാലഘട്ടത്തിലേക്ക് കൊണ്ടുപോകുമെന്നും ഒക്കെ കുറെ ആളുകൾ ഭയപ്പെടുന്നുണ്ട്. അവർ പറയുന്ന കാര്യങ്ങള് കൂടുതൽ ജാതികള് കൂടുതൽ അവകാശങ്ങളും ഒക്കെ ആയിട്ട് രംഗത്ത് വരുമ്പോഴത്തേക്കും അത് നമ്മുടെ രാജ്യത്തിന്റെ ഐക്യത്തെ ബാധിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഇതിന് പിന്നിൽ വലിയൊരു രാഷ്ട്രീയ ഭയം കൂടെ ഉണ്ട്. ഇപ്പം ഹിന്ദുമതം എന്ന് പറയുന്ന ഒരൊറ്റ വികാരത്തിൽ വോട്ട് ചെയ്യുന്ന ജനങ്ങളെ ജാതി തിരിച്ച് അവരുടെ അവകാശങ്ങളെ കുറിച്ച് ബോധവാന്മാരാക്കിയിട്ടുണ്ടെങ്കിൽ അത് ചില രാഷ്ട്രീയ പാർട്ടികളുടെ വോട്ട് ബാങ്കിനെ തകർക്കും. ഇപ്പം മണ്ഡൽ രാഷ്ട്രീയം, അതായത് ജാതി അധിഷ്ഠിതമായിട്ടുള്ള നീതി വേണോ അതോ കമണ്ഡൽ രാഷ്ട്രീയം, അതായത് മതപരമായ ഐക്യത്തിന്റെ ബേസിസിലുള്ള ഒരു നീതി വേണോ എന്നുള്ളത് വലിയൊരു പോരാട്ടമാണ്. എന്നാൽ ഇത്തരത്തിൽ രോഗം മറച്ചു വെച്ചത് കൊണ്ട് അസുഖം മാറില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഇപ്പൊ ജാതി വിവേചനം ഇവിടെയുണ്ട്, അത് എണ്ണിത്തിട്ടപ്പെടുത്തി പരിഹരിക്കുകയാണ് വേണ്ടത്. ഇപ്പോ എണ്ണാൻ പ്രയാസമാണെന്നൊക്കെ സർക്കാർ പറയുന്നത് പലപ്പോഴും യഥാർത്ഥ വിവരങ്ങൾ പുറത്തുവിടുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഭയന്നിട്ട് തന്നെയാണ്. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ജാതി സെൻസസ് എന്ന് പറയുന്ന പഴയ കാര്യങ്ങൾ ചെയ്യുന്നതല്ല, മറിച്ച് ഭാവിയെ സുരക്ഷിതമാക്കൽ കൂടെയാണ്. ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന തുല്യ നീതിയുണ്ട്, അത് നടപ്പിലാകണമെന്നുണ്ടെങ്കിൽ ആരാണ് പിന്നോക്കം നിൽക്കുന്നത് ഇത് സർക്കാരിന് കൃത്യമായിട്ട് അറിയാനായിട്ട് കഴിയണം. ഇപ്പോ നേരത്തെ പറഞ്ഞ അധ്യാപക നിയമനത്തിലേക്ക് നമുക്ക് നോക്കാം. നിങ്ങൾ പഠിക്കുന്ന കോളേജില് അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ പഠിക്കുന്ന കോളേജില് 100 അധ്യാപകരിൽ ഒരാൾ പോലും ദളിത് ആദിവാസി വിഭാഗത്തിൽ പെടുന്ന ആളുകളെ റെപ്രസെന്റ് ചെയ്യാനില്ല എന്നുണ്ടെങ്കിൽ അതിൽ ഭീകരമായ എന്തെങ്കിലും പ്രശ്നമുണ്ട് എന്ന് നമുക്ക് തോന്നേണ്ടതല്ലേ? കാരണം കഴിവുള്ള എത്രയോ ആളുകൾ ഈ സമുദായങ്ങളിലും ഉണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെയാണ് ജാതിയിലെ ക്രീമി ലെയർ വിഭാഗങ്ങൾ. പിന്നോക്ക ജാതിയിൽ തന്നെ സാമൂഹികമായിട്ടും സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസപരമായിട്ടും ഒക്കെ ഒരുപാട് മുന്നോക്കം പോയിട്ടുള്ള വ്യക്തികളും ഉപവിഭാഗങ്ങളും ഉപസമുദായങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവരെയൊക്കെ കണ്ടെത്തി ക്രീമി ലെയർ എന്ന് പറയുന്ന ആശയങ്ങൾ കൃത്യമായി നടപ്പിലാക്കുന്നതിനായിട്ടും അനർഹരായിട്ടുള്ള ആളുകളെ ഒഴിവാക്കി ഏറ്റവും പാവപ്പെട്ടവരിലേക്ക് പിന്നോക്കം നിൽക്കുന്നവരിലേക്ക് സഹായം എത്തിക്കുന്നതിനുമൊക്കെ നമുക്കിവിടെ കൃത്യമായ ജാതിയുടെ സെൻസസ് കൂടിയേ തീരുകയുള്ളൂ. അപ്പോൾ ഇവിടെ ജാതി സെൻസസ് എന്ന് പറയുന്നത് പഴയ കാര്യങ്ങളെ നമ്മൾ ചികഞ്ഞു നോക്കുന്നതല്ല, മറിച്ച് ഭാവിയെ സുരക്ഷിതമാക്കലാണ്. നമ്മുടെ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന തുല്യനീതി നടപ്പിലാക്കണമെങ്കിൽ ആരാണ് പിന്നോക്കം നിൽക്കുന്നത് എന്ന് സർക്കാരിന് കൃത്യമായിട്ട് അറിയാനായിട്ട് കഴിയണം. അതല്ലാതെ ഈ 21ാം നൂറ്റാണ്ടിലെ ഇന്ത്യ എന്ന് പറയുന്നത് ഊഹക്കണക്കുകൾക്ക് മുകളിൽ കെട്ടിപ്പടുക്കേണ്ട ഒന്നല്ല, മറിച്ച് കൃത്യമായ വിവരങ്ങളുടെ മുകളിലായിരിക്കണം നമ്മളുടെ ഭാവി വികസനം കെട്ടിപ്പടുക്കേണ്ടത്. സ്വന്തം ജനതയുടെ യഥാർത്ഥ അവസ്ഥ തിരിച്ചറിയാൻ മടിക്കുന്ന ഒരു ഭരണകൂടത്തിന് പൂർണ്ണമായിട്ടുള്ള അർത്ഥത്തിൽ നീതി നടപ്പിലാക്കാൻ കഴിയില്ല എന്നതാണ് വസ്തുത. അപ്പൊ അതുകൊണ്ട് തന്നെ ജാതി സെൻസസ് ഇവിടെ നടപ്പിലാക്കേണ്ടി വരുന്നത് ജാതിയെ വളർത്താനല്ല, മറിച്ച് ജാതി ഉണ്ടാക്കിയ മുറിവുകളെ ചികിത്സിക്കാനുള്ള ആദ്യ പടിയുടെ ഭാഗമായിട്ടാണ്. അപ്പൊ ഈ ഒരു വിഷയത്തിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. മറ്റൊരു വിഷയവുമായി നമുക്ക് പിന്നീട് ഒരിക്കൽ കാണാം. അതുവരേക്കും നമസ്കാരം.